വെൽക്കം ടു ബിനോസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മുടെ ചലഞ്ചിന്റെ 5th ഡേ ആണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിന്റെ കുറച്ച് കണ്ടിന്യൂഷൻസ് അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിന് കുറച്ച് സെന്റൻസുകൾ നമ്മൾ ബാക്കി വെച്ചിരുന്നു. സെന്റൻസുകളല്ല, വാക്കുകൾ. അപ്പോൾ അതിന്റെ 5 സെന്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്. ഒരുപാടൊന്നുമില്ല, ഇന്ന് നിങ്ങൾക്കാണ് കൂടുതൽ ഹോംവർക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, അമ്മമാരുടെ കുറച്ച് ജോലികളാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഏതായിരുന്നു ഫസ്റ്റ്? ജാഡു ലഗാന. ജാഡു ലഗാന എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ പഠിച്ചേ? 3rd ക്ലാസ്സിൽ ഞാൻ എല്ലാത്തിൻ്റെ അർത്ഥം പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിരുന്നു അല്ലേ, അടിച്ചു മാറുക. ഓക്കെ, അപ്പോൾ ഞാൻ അടിച്ചു മാറുകയാണെന്ന് എങ്ങനെ പറയാം? മേ ജാഡു ലഗാ രഹി ഹൂം. മേം എന്ന് പറയുമ്പോൾ ഹൂമിൽ കൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ. മേ ജാഡു ലഗാ രഹി ഹൂം. ആക്ച്വലി നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ നീ എന്ത് ചെയ്യാം, ഞാൻ അടിച്ചു മാറാം, മേ ജാഡു ലഗാരേ ലഗാരേ എന്നേ പറയുള്ളൂ. പക്ഷേ എഴുതുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ പഠിച്ചോ, മേ ജാഡു ലഗാരേ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ അടിച്ചു വാരി കഴിഞ്ഞു, ഞാൻ അടിച്ചു വാരിയിരുന്നല്ലോ അവിടെ എന്ന് പറയില്ലേ നമ്മൾ. അപ്പം എന്താ, മേ ജാഡു ലഗായി തീ, ഞാൻ ലഗായി തീ. മനസ്സിലായോ? ഞാൻ അടിച്ചു വാരിക്കോളാം. അങ്ങനെയാണെങ്കിലോ മേ ജാഡു ലഗാവുങ്കി. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. ഇനി നീ അടിച്ചു വാരിയോ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം എന്താ, ക്യാ ആപ്നെ ജാഡു ലഗായ? ഓക്കെ, അല്ലെങ്കിൽ ലഗായ താ, ലഗായി തീ, അങ്ങനെ ചോദിക്കാം. നീ അടിച്ചു വാരുമോ? അങ്ങനെയാണെങ്കിലോ ക്യാ ആപ് ജാഡു ലഗാവോഗേ? മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എന്തായിരുന്നു? പോച്ച ലഗാന. പോച്ച ലഗാന നിങ്ങൾ ഹോംവർക്കാണ്. നിങ്ങൾ ഈ ജാഡുവിൻ്റെ അടുത്ത് പോച്ചയാക്കിയാൽ മതി. ഇത് ഞാൻ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, മാത്രമല്ല നമ്മൾ സ്വയം എഴുതാൻ ട്രൈ ചെയ്താൽ, നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിക്കത്തില്ല. സ്വയം നമ്മൾ സെന്റൻസ് എഴുതാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം. ഓക്കെ, റിപ്ലൈ തരാം. ഇനി അടുത്ത വാക്ക് എന്താണ്? ബർത്തൻ ധോന അല്ലെ. ബർത്തൻ ധോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചതാണല്ലോ, പാത്രം കഴുകുക. ഓക്കെ, പാത്രം കഴുകുക എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ പാത്രം കഴുകുകയാണ്. മേ ബർത്തൻ ദോ രഹാഹൂം. ആണും പെണ്ണും ആണെങ്കിൽ മാറ്റി മാറ്റി പറഞ്ഞ് ശീലിക്കാം. ഇനി ഞാൻ പാത്രം കഴുകി കഴിഞ്ഞിരുന്നു. മെനെ ബർത്തൻ ദോ ദിയാ താ, കഴിഞ്ഞിരുന്നു. ഇനി ഞാൻ കഴുകുന്നാണെങ്കിലോ മേ ദോ ദൂങ്കി. അയ്യോ നീ മാർക്ക്, ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നത്. മേ ദോ മേ ബർത്തൻ ദോ ദൂങ്കി. ഇനി ക്വസ്റ്റ്യൻ എങ്ങനെയാണോ, നീ പാത്രം കഴുകിയോ? കെ ആപ്നെ ബർത്തൻ ദോ ദിയാ. ഓക്കെ, ഇനി നീ പാത്രം കഴുകുമോ എന്നാണെങ്കിലോ ക്യാ ആപ് ബർത്തൻ ധോഗേ. വളരെ എളുപ്പമാണല്ലേ, സിമ്പിളാണ്. ഓരോ സെന്റൻസ് ഇപ്പൊ സിമിലാരിറ്റി അല്ലേ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വാക്കുകളിൽ മാറ്റി മാറ്റി പറഞ്ഞാൽ മതി. വളരെ ചെറുത് മാത്രം, ചിലതിന് മാത്രം ഡിഫറൻസ് ഉണ്ട്, അത് നമ്മൾ പഠിച്ചിട്ട് തന്നെ പറ്റും അല്ലേ. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് കപ്പടാ ധോന. അടുത്ത വേർഡ് കപ്പടാ ധോന. കപ്പടാ ധോന എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം കഴുകുക അല്ലേ, നമ്മൾ അലക്കുക. അപ്പം ബർത്തൻ ധോന എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ കപ്പടാ ധോന നിങ്ങളുടെ ഹോംവർക്ക് വീട്ടിലിരുന്ന് ഇതുപോലെ സെന്റൻസ് സ്വയമായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് ഖാന ബനാന അല്ലേ. നമ്മൾ ഇനി എന്തിട്ടോ വീട്ടിൽ ചെയ്യുന്ന പണി, ഭക്ഷണം വെക്കുക അല്ലേ. അപ്പോൾ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മേ ഖാന ബനാ രഹി ഹൂം. മനസ്സിലായോ? ഇനി ഉണ്ടാക്കിയിരുന്നാണെങ്കിലോ മേനെ ഖാന ബനായ താ. ഇനി ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിലോ മേ ഖാന ബനാവുങ്കി. മനസ്സിലാവുന്നുണ്ടോ? ഇനി നീ ഉണ്ടാക്കിയോ? കി ആപ്നെ ഖാന ബനായ. നീ ഭക്ഷണം ഉണ്ടാക്കിയോ? നീ ഭക്ഷണം ഉണ്ടാക്കുമെന്നാണെങ്കിലോ ക്യാ ആപ് ഖാന ബനാവോഗേ. ഇനി അടുത്ത വാക്ക് എന്തായിരുന്നു? സഫായി കർണ, വൃത്തിയാക്കുക. അപ്പോൾ ഞാൻ വൃത്തിയാക്കുകയാണ് എന്ന് പറയുന്നെങ്കിൽ മേ സാഫ് കർ രഹി ഹൂം. സഫായി കർ രഹി ഹൂം എന്ന് നീട്ടി പറയണ്ട, അതിൻ്റെ ഷോർട്ടാണ് സാഫ്. ഓക്കെ, സംസാരിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. മേ സാഫ് കർ രഹി ഹൂം. ഇനി ഞാൻ വൃത്തിയാക്കിയിരുന്നു എന്നാണെങ്കിലോ ഞാൻ എവിടെയെല്ലാം വൃത്തിയാക്കിയിരുന്നു. എങ്ങനെയാ? മെനെ സാഫ് കിയാ താ. ഓക്കെ, ഇനി ഞാൻ വൃത്തിയാക്കും അല്ലെങ്കിൽ ഞാനത് വൃത്തിയാക്കിക്കോളാം എന്ന് പറയാം. മേ സാഫ് കറൂങ്കി. മനസ്സിലായോ? മേ സാഫ് കറൂങ്കി. ഇനി നീ വൃത്തിയാക്കിയോ എന്ന് ചോദിച്ചാലോ ക്യാ ആപ്നെ വോ സാഫ് കിയാ, ആപ്നെ വോ സാഫ് കിയാ. ഓക്കെ, ഇനി നീ വൃത്തിയാക്കുമോ എന്നാണെങ്കിലോ ക്യാ ആപ് സാഫ് കരോഗേ. ഇനി ലാസ്റ്റ് സെന്റൻസ്, ലാസ്റ്റ് വാക്ക് സോന അല്ലേ. അപ്പോൾ അവൻ ഉറങ്ങുകയാണ്. ഇപ്പം ഞാൻ ഉറങ്ങുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവൻ ഉറങ്ങുകയാണ്. ഓ സോ രഹാ ഹേ, ഓ സോ രഹി ഹേ. ഇനി ഷോർട്ടായിട്ട് വോ സോരെ,
അത്രേ ഉള്ളൂ. നിങ്ങൾ സംസാരിക്കുമ്പോൾ അത്രയും പഠിച്ചാൽ മതി. ഓ സോരെ. ഓക്കെ. ഇനി അവൻ ഉറങ്ങിയിരുന്നു എന്നാണെങ്കിൽ ഇപ്പം നീ വരുമ്പോഴത്തേക്ക് അവൻ ഉറങ്ങിയിരുന്നു നമ്മൾ പറയില്ലേ, ഹാ ഓ സോഗയാത്ത. മനസ്സിലായോ? ഇനി അവൻ ഉറങ്ങി എന്നാണെങ്കിൽ ഓ സോഗയ, അയ്യോ കൊച്ചു ഉറങ്ങിപ്പോയി, ഓ സോഗയ, അങ്ങനെയും പറയാം കേട്ടോ. ഇനി എന്തുട്ടാണ് നമ്മൾക്ക് അവൻ ഉറങ്ങും, അവന് 8 മണിക്ക് അവൻ ഉറങ്ങും എന്നാണെങ്കിലോ വോ സോ ജായേഗ. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ നോക്കിയോ, ലാസ്റ്റ് സെൻറ്റൻസ് ആണ്. അവൻ ഉറങ്ങിയോ? ഒന്ന് നോക്കി നോക്കിയേ. അവൻ ഉറങ്ങി എന്നതിന് ക്യാ ക്യാ വോ സോഗയ. മനസ്സിലായോ? ഇനി അവൻ ഉറങ്ങുമോ, ഇന്ന് ഇത്ര മണിക്ക് അവൻ ഉറങ്ങുമോ എന്നാണെങ്കിലോ ഉറങ്ങും, അതിൻ്റെ മുന്നിൽ ക്യാ, അത്രേ ഉള്ളൂ. ക്യാ വോ സോയേഗ. മനസ്സിലായോ? ഇനി ഇതുപോലെ നിങ്ങൾ എന്താ പറയുക, ഇത് തന്നെ നിങ്ങൾ പഠിക്കുക തന്നെ വേണം, ബൈ ഹാർട്ട് തന്നെ. ഇത്രയും സെൻറ്റൻസ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും വാക്കുകൾ ഒരുപോലെ നിങ്ങൾ പിന്നീട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്. നമ്മൾ 1-2 വാക്കുകളും അതിൻ്റെ 5 സെൻറ്റൻസുകളും മാത്രം പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മൈൻഡില്ല, അങ്ങനെ ഇരിക്കില്ല, അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ. ഇത് ഒരു 5-10 വരാമെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു 20 വേർഡ്സൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അത്രയും വേർഡ്സ് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ മനസ്സിലാവും, ഇതാണ് സംസാരത്തിൻ്റെ രീതി, ഇതിങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി തന്നെ പറ്റും. മനസ്സിലായോ? നമ്മളൊരു ഭാഷയാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെന്താ പറയുക, ഇനി അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിനും രസമായിരിക്കും. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്ന എല്ലാ വാക്കുകളിൽ നിന്നും ഞങ്ങൾ സംസാരിക്കും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ കൂടെ കേട്ടോ, നമ്മൾ സംസാരിക്കും. ഓക്കെ. അവരുടെ കൂടെ ഇന്ന് നമുക്ക് കുറച്ച് വലിയ നമ്മൾ ചെറിയ സെൻറ്റൻസ് ആണ്, അത് കുറച്ച് വലിയ സെൻറ്റൻസുകളായിട്ട് നമ്മൾ ഒരുമിച്ച് സംസാരിക്കും. അതായിരിക്കും അടുത്ത ക്ലാസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നത്തെ പോലെ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്. ഓക്കെ. വലിച്ചു നിട്ടില്ല. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.